അപ്പോൾ എല്ലാവർക്കും ജീവസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മുള കൃഷിയെക്കുറിച്ചാണ്. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ മുള ഉപയോഗിച്ചിരുന്നത് വേലി കെട്ടാനും അല്ലെങ്കിൽ വീട് നിർമ്മാണത്തിനും മറ്റുമൊക്കെ ആയിട്ട് മേൽക്കുരയ്ക്കും ഒക്കെ വേണ്ടിയിട്ടാണ് മുള ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. വ്യത്യസ്ത തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെയും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിത്തരുന്നതുമായ ബിസിനസ്സായി ഇന്ന് മുളകൃഷി മാറിയിരിക്കുന്നു. പരമ്പരാഗത കരകൗശല വസ്തുക്കൾ മുതൽ ആധുനിക വ്യവസായ മേഖലകളിലും മുളയുടെ പ്രാധാന്യം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. മുളയുടെ ആവശ്യം ക്രമാതീതമായി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുളയുടെ വിപണി കാര്യമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനയും വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങൾ മുള വ്യവസായം വ്യാപകമായി ആരംഭിക്കുകയും അവരുടെ രാജ്യത്തിന് സാമ്പത്തിക നേട്ടമുണ്ടാക്കി കൊടുക്കുന്ന തരത്തിലേക്ക് അത് മാറുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു പദ്ധതി നമ്മുടെ കേരളത്തിനും കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. സമർത്ഥമായ മഴയും ഫലഭൂയിഷ്ഠമായ മണ്ണുമാണ് മുളകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മുളകൃഷി നടത്തുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും. മുള തഴച്ചു വളരുവാനുള്ള നല്ല സാഹചര്യം തന്നെയാണ് കേരളത്തിലെ കാലാവസ്ഥയ്ക്കുള്ളത്. മുള എന്ന് പറയുമ്പോൾ ഒരു ഇനമല്ല, പല ഇനത്തിൽപ്പെട്ട മുളകളും ലഭ്യമാണ്. ഇന്ന് ഏകദേശം ലോകത്തിൽ തന്നെ 1400-ലധികം വെറൈറ്റികൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ മുളകൾ നമ്മൾ കണ്ടെത്തുകയും അത് നട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ അതിനെ കൃഷി ചെയ്യുകയാണെങ്കിൽ കർഷകരെ സംബന്ധിച്ച് വലിയ നേട്ടമുണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു ബിസിനസ് തന്നെയാണ് മുളകൃഷി. അപ്പോൾ നമുക്കൊരു സംശയം, ഏത് തരത്തിലുള്ള മുളയാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത്? അതിന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഏതാണോ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതെന്ന് നാം തന്നെ കണ്ടെത്തണം. കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് തരത്തിലുള്ള മുളകളുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു ഓപ്ഷനായിട്ട് സ്വീകരിക്കാവുന്നതാണ്. അതിന് വ്യാപകമായി കൃഷി ചെയ്യാനുള്ള സാഹചര്യം കേരളത്തിൽ തന്നെയുണ്ട്. പേപ്പർ നിർമ്മാണ മേഖലയിൽ മുളയുടെ ആവശ്യം വർദ്ധിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള മുള നമുക്ക് വേണമെങ്കിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, വേറൊരു വെറൈറ്റി മുളയുണ്ട്. അതിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അത് വളർത്തുന്നത്. അത് നല്ല ഭംഗിയാണ് കാണാനൊക്കെ. അപ്പോൾ പ്രത്യേകിച്ചും റിസോർട്ടുകളിലും മറ്റുമൊക്കെ അവരതിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള മുള വെച്ച് പിടിപ്പിക്കുന്നു. ഇന്ന് നമുക്കറിയാം, പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള മുളകൾ, ഗോൾഡൻ മുളകൾ നമുക്ക് ലഭ്യമാണ്. അതിന്റെ വിത്തുകൾക്ക് തന്നെ ഏകദേശം 200 രൂപ 300 രൂപയ്ക്കാണ് ഈടാക്കുന്നത്. നമ്മുടെ ആവശ്യം എന്താണോ അതനുസരിച്ചുള്ള മുളകൃഷിയാണ് നമ്മൾ ചെയ്യേണ്ടത്. കേരളത്തിൽ കൃഷി ചെയ്യുന്ന മുൻനിര മുളകളിൽ ഒന്നാണ് ബാംബു അഥവാ മുള്ളുള്ള മുള. ഇത്തരം മുളകൾ പരമ്പരാഗത കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത്തരം മുളകൾ അതിവേഗം വളരുന്നതും പരിപാലനം വളരെ കുറച്ചും മതി. അതുപോലെ തന്നെ വളരെ കുറച്ച് വളത്തിന്റെയും കീടനാശികളുടെയും ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. ഇത് കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു തരം മുളയാണ്. മറ്റൊരു ഇനമാണ് ബാംബൂസ ബൾഗാരിസ്. ഇത് സാധാരണയായി തിളങ്ങുന്ന പച്ച നിറത്തിലാണ് കാണുന്നത്. നമുക്കറിയാം, ധാരാളമായി ഇത് ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട് കേരളത്തിൽ. നമുക്കറിയാം, ഇന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലരുടെയും തോട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ബാംബു നട്ടുപിടിപ്പിച്ച് വളരെ വ്യാപകമായി കൃഷി ചെയ്ത് നല്ല രീതിയിൽ ലാഭമുണ്ടാക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം മുളകൾക്ക് പ്രതിരോധശേഷി കൂടുതലുള്ളതുകൊണ്ട് തന്നെ അധികം കേടുവരാതെ തന്നെ കൂടുതലായി ഇത് വളരുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നതിൽ നിന്ന് നല്ലൊരു ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള അതിവേഗം വളരുന്ന മുളകൾ കർഷകരെ സംബന്ധിച്ച് സ്ഥിരമായി വരുമാനം നൽകുന്ന ഒരു ബിസിനസ്സായി തന്നെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. വർദ്ധിച്ചു വരുന്ന ആവശ്യവും ഇതിന്റെ ഡിമാൻഡും വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മുളകൾ നടുന്നതോടൊപ്പം തന്നെ ഇടകൃഷിയായിട്ട് പച്ചക്കറികളും മറ്റുമൊക്കെ നടുവാൻ സാധിക്കും. അതും കർഷകരെ സംബന്ധിച്ച് മറ്റൊരു വരുമാനം പ്രദാനം ചെയ്യുന്ന ഒരു കാർഷിക മേഖല കൂടിയാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സ്ഥലം വേസ്റ്റ് ആകാതെ തന്നെ ഇതുപോലുള്ള കൃഷി പരീക്ഷിച്ച് നോക്കാനായിട്ട് നമുക്ക് സാധിക്കും. നല്ലൊരു വരുമാനം അതിൽ നിന്നും ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ ആളുകൾ മുള ഉപയോഗിച്ച് വീടുണ്ടാക്കുന്നു, വീടിന്റെ മേൽക്കൂര പണിയുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളും ആളുകൾ ചെയ്തിരുന്നു. അതുപോലെ തന്നെ വേലികൾ കെട്ടാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് വേലികൾ കെട്ടാൻ. എന്നാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, ഈ മുളകൾ വെച്ചുകൊണ്ടുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, നമുക്കറിയാം, പല റിസോർട്ടുകളിലും നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മുളകൾ വെച്ചിട്ട് അലങ്കരിച്ച് ഉള്ള കോട്ടേജസ് അവൈലബിൾ ആണ്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊണ്ടുവരുന്നതിന് അത്തരത്തിലുള്ള കൂടാരങ്ങളും മറ്റൊക്കെ നിർമ്മിച്ച് കൂടുതൽ ആളുകളെ അതിലേക്ക് ആകർഷിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല ആയുർവേദ ട്രീറ്റ്മെന്റ് സെന്ററുകളിലും മുള ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് റൂമുകളും മറ്റും സെറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിനെ
കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള മേഖലയിലും മുളയ്ക്ക് വലിയ തോതിലുള്ള ഡിമാൻഡ് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, പേപ്പർ നിർമ്മാണത്തിന് ബോംബെയിലേക്കും മറ്റും വളരെയധികം മുളയാണ് കയറ്റി അയക്കപ്പെടുന്നത്. പല കർഷകരും അവരുടെ മൊത്തത്തിൽ തന്നെയുള്ള മുളകൾ വെട്ടി പ്രത്യേകം ഒരു കമ്പനിക്ക് തന്നെ കൊടുക്കുന്ന സിസ്റ്റം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുളയുടെ മാർക്കറ്റ് വളരെ വിപുലമാണ്. ഒരിക്കൽ നട്ടുകഴിഞ്ഞാൽ അത് 30 വർഷക്കാലം വരെ അതിനെ നിലനിർത്താൻ സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഒരു മുളയിൽ നിന്നും പല മുളകൾ കിളിർത്ത് അത് വളർന്ന് പന്തലിച്ച് വലിയ തോതിലുള്ള ലാഭം കർഷകന് പ്രദാനം ചെയ്യുന്ന ഒരു നല്ല ബിസിനസ് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. മുളയുടെ മറ്റു പല മേഖലകളാണ് ഗൃഹോപകരണങ്ങൾ മുളയിൽ നിർമ്മിക്കുന്നത്. ഇപ്പോൾ അതൊരു പുതിയൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. പല ആളുകളും ഒരു നാച്ചുറൽ ഫീലിംഗ് ഒക്കെ കൊണ്ടുവരുവാനാണെന്ന് തോന്നുന്നു മുള കൊണ്ട് നിർമ്മിക്കുന്ന പല പ്രോഡക്ട്സുകളും വീട്ടിൽ ഉപയോഗിക്കുന്നു. വീട്ടിലുള്ള ഫർണിച്ചറുകളടക്കം മുള കൊണ്ട് നിർമ്മിക്കപ്പെടുന്നു. നിരവധി ഗൃഹോപകരണങ്ങളാണ് മുള കൊണ്ട് നിർമ്മിക്കപ്പെടുന്നത്. മാത്രമല്ല, കയറ്റുമതി മേഖലയിലും വലിയ തോതിലുള്ള മാറ്റം കൊണ്ടുവരുവാൻ മുളയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളിലും മുള കൊണ്ട് നിർമ്മിക്കുന്ന ഉപകരണങ്ങൾ വലിയ തോതിലുള്ള പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ രാജ്യാന്തര തലങ്ങളിലേക്ക് വരുമ്പോഴും വലിയ തോതിലുള്ള മെച്ചമുണ്ടാക്കാൻ മുളകൃഷി ചെയ്യുന്ന കർഷകനെ സംബന്ധിച്ച് കഴിയുന്നു. മുളകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സബ്സിഡി ഇനത്തിൽ മറ്റുമൊക്കെ കർഷകരെ സഹായിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ കൂടി മുന്നോട്ട് വരികയാണെങ്കിൽ വലിയ തോതിലുള്ള മാറ്റം കൊണ്ടുവരുവാൻ മുളകൃഷിയെ കൊണ്ട് സാധിക്കും. കർഷകനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ലാഭവും പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മുളകൃഷിയെ സംബന്ധിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്